സംസ്ഥാനം അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ്. അങ്ങനെ അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലായിരിക്കുമ്പോഴും അതിൻ്റെ മുഴുവൻ കാരണവും സെൻട്രൽ ഗവൺമെൻറ്റും ഫിനാൻസ് കമ്മീഷനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുറപ്പിക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി, അതായത് തങ്ങളുടെ പിടിപ്പുകേടല്ല, ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടോ കാര്യക്ഷമതയില്ലായ്മയോ അല്ല, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന പാർഷ്യാലിറ്റി കൊണ്ടും ഫിനാൻസ് കമ്മീഷൻ വരുത്തിയ മാനദണ്ഡങ്ങളിലെ പിഴവുകൾ കൊണ്ടും ഒക്കെയാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് പുറമെ സംസ്ഥാന ഗവൺമെന്റ് എന്താ പറയുക ഉറപ്പിക്കുവാൻ, അതായത് പറഞ്ഞുറപ്പിക്കുവാൻ, എല്ലാവരെയും വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സംസ്ഥാന ഗവൺമെന്റിന് വീണ്ടും എന്താണ്, അതായത് ഈ ഭരണത്തിലിരിക്കെ തന്നെ ഒരു ലോകസഭാ ഇലക്ഷനെ ഫേസ് ചെയ്യേണ്ട ഒരവസരത്തിൽ തങ്ങളുടെ പ്രാഗൽഭ്യ കുറവ് കൊണ്ട്, കഴിവുകേട് കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട് സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്കും കടക്കെണിയിലേക്കും നീങ്ങുന്നു എന്ന ഒരു ജാള്യം മറച്ചു വെക്കാനാകാം, വോട്ടേഴ്സിനെ അങ്ങനെ സ്വാധീനിക്കാനാകാം ഇത്തരം കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യം സുപ്രീം കോടതി വരെ എത്തി. കേന്ദ്രം സംസ്ഥാനത്തോട് അവഗണന കാണിക്കുന്നു, എടുക്കാൻ അതായത് അർഹിക്കുന്ന കടം എടുക്കാൻ സമ്മതിക്കുന്നില്ല. സുപ്രീം കോടതി സത്വരമായിട്ട് ഇടപെടണം എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിൽ എത്തുന്നത്. അങ്ങനെ സുപ്രീം കോടതി ഇടപെട്ട് ഇതിനകം തന്നെ പലവട്ട ചർച്ചകൾ കേന്ദ്രവുമായി നടത്തി. പക്ഷെ ഇപ്പോഴും വേണ്ടത്ര പരിഹാരം ആയിട്ടില്ല. സുപ്രീം കോടതിയോട് കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണ രണ്ടാം തവണ സുപ്രീം കോടതി എത്തിയപ്പോഴും ചർച്ചയ്ക്ക് എത്തിയപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത് കുറഞ്ഞ പക്ഷം 19,351 കോടിയെങ്കിലും ഈ ധനവർഷം അവസാനിക്കുന്നതിന് മുൻപ് കടമെടുക്കാനുള്ള അനുവാദം വാങ്ങിത്തരണം എന്നാണ്. അപ്പോൾ സുപ്രീം കോടതി കേന്ദ്രവുമായി അത് ചർച്ച ചെയ്തു. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, അത്യന്താപേക്ഷിത ഘട്ടത്തിൽ സംസ്ഥാനത്തിന് അത് കിട്ടിയേ തീരൂ എന്ന് പറയുമ്പോൾ കുറച്ച് അയവ് കാണിക്കരുതോ എന്ന രീതിയിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ സുപ്രീം കോടതി ശ്രമിച്ചു. അപ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ അർഹത കൊണ്ടാണ് എന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് അപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു സമീപനം, അതായത് സംസ്ഥാന ഗവൺമെന്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചത്? അതിന് തക്കതായ കാരണമുണ്ട്. കപിൽ സിബൽ കോടതിയിൽ അറിയിച്ചത് 13,608 കോടി, അതായത് ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞ കേരളത്തിന് പല കാരണങ്ങൾ കൊണ്ടും അർഹതപ്പെട്ടതാണെങ്കിലും എടുക്കാൻ പറ്റാതെ വന്ന വായ്പ, അതാണ് 13,608 കോടി. ഈ 13,608 കോടി രൂപ അത്യാവശ്യമായിട്ട് കടമെടുക്കാൻ സമ്മതിക്കാം. ആദ്യം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നു സുപ്രീം കോടതിയിൽ വെച്ചിരിക്കുന്ന കേസ് പിൻവലിച്ചാൽ ഈ കടമെടുക്കാൻ സമ്മതിക്കാം, 13,608 കോടി കടമെടുക്കാൻ സമ്മതിക്കാമെന്ന്. പക്ഷേ സുപ്രീം കോടതിയിൽ സംസ്ഥാനത്തിന് ഒരു ഹർജി, കേന്ദ്രത്തിനെതിരെ ഒരു ഹർജി ഫയൽ ചെയ്യാൻ സർവ്വ അവകാശങ്ങളുമുണ്ട്. അതായത് ഭരണഘടനയിലെ 131 അനുച്ഛേദ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി ആ കാരണം കൊണ്ട് അത് പിൻവലിച്ചാലേ, ആ ഹർജി പിൻവലിച്ചാൽ മാത്രമേ കടമെടുക്കാൻ സമ്മതിക്കൂ എന്ന ആ സ്റ്റാൻഡ് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കണം, സംസ്ഥാനം അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന കൊടുക്കണം എന്ന് സുപ്രീം കോടതി ആവർത്തിച്ചു. അങ്ങനെ ആവർത്തിച്ചപ്പോഴാണ് പറഞ്ഞത് 13,608 കോടി. അത് സംസ്ഥാനം തന്നെ ഒരു പ്രാവശ്യം കേന്ദ്രത്തോട് നിരസിച്ചതാണ്. അതായത് സുപ്രീം കോടതിയിലെ കേസ് പിൻവലിച്ചാൽ 13,608 കോടി കടമെടുക്കാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞപ്പോൾ കേസ് പിൻവലിക്കില്ല, അങ്ങനെയാണെങ്കിൽ 13,608 കോടി കടം എടുക്കുന്നില്ല എന്ന സ്റ്റാൻഡിലായിരുന്നു സംസ്ഥാനം നിന്നത്. അവസാനം സുപ്രീം കോടതി കൂടി ചേർന്ന് സംസ്ഥാനത്തിന്റെ അവകാശമാണ്, കേസ് പിൻവലിക്കാതെ തന്നെ അത്രയും കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറയുമ്പോഴാണ് കേന്ദ്രം ആവർത്തിച്ചപ്പോൾ, കേന്ദ്രം അങ്ങനെ കടമെടുത്തുകൊള്ളട്ടെ എന്ന് ആവർത്തിച്ചപ്പോഴാണ് സംസ്ഥാനം അതിന് സമ്മതം മൂളിയത്. പക്ഷേ അവിടെ തീരുന്നില്ല.
അപ്പോഴും കപിൽ സിബൽ വഴി കേന്ദ്രത്തിലും സുപ്രീം കോടതിയിലും അറിയിച്ചത് 19,351 കോടിയെങ്കിലും ഈ ധനവർഷം തന്നെ കടമെടുക്കണം എന്നാണ്. അപ്പോ എന്തുകൊണ്ടാണ് അത്രയും കടമെടുക്കണം എന്ന് പറയുന്നത്? അത് കപിൽ സിബൽ കോടതിയിൽ പറഞ്ഞത് ഈ 13,608 കോടി കടമെടുത്താൽ തന്നെ അത് ഒരാഴ്ചത്തെ ചെലവുകൾക്കേ ഉള്ളൂ. അപ്പോ ഈ മാസം ഇത് മാർച്ച് മാസം 12-ാം തീയതിയോ അതിന് മുൻപോ ആണ് ഇത്തരം ഒരു ക്ലെയിം കപിൽ സിബൽ കോടതിയുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും കിടക്കുകയാണ് 2-2.5-3 ആഴ്ചയോളം ഈ മാസം തീരാൻ. എത്ര ആഴ്ചയുണ്ട് എന്നുള്ളതല്ല, അവിടെയുള്ള ധനസമ്മർദ്ദമാണ് പ്രധാനം. അതായത് സമസ്ത മേഖലകളിലും കൊടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെല്ലേണ്ട പണം. അതായത് പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ 41% നിൽക്കുന്നു. എന്തുകൊണ്ട്? പദ്ധതി ചെലവിനുള്ള പണം കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് 41% നിൽക്കുന്നത്. ഈ അടുത്തിടെ നാം കേട്ടു മെഡിക്കൽ കോളേജുകളിലൊന്നും അത്യാവശ്യ മരുന്ന് വാങ്ങാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ല. അതായത് ഓപ്പറേഷനുള്ള ഉപകരണങ്ങളോ അതൊക്കെ പോകട്ടെ, അത്യാവശ്യ രോഗികൾക്ക് കൊടുക്കേണ്ട മരുന്നുകൾ പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. മരുന്ന് കമ്പനികൾ സപ്ലൈ ചെയ്യുന്നില്ല, കാരണം അവർക്കൊക്കെ വലിയ കുടിശ്ശിക കിടക്കുകയാണ്. അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും, അതായത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഒരു പക്ഷെ മാസങ്ങളോളം മുടങ്ങിക്കിടക്കുന്നു. അതുപോലെ ഗവൺമെന്റ് തന്നെ ബജറ്റിലൂടെ, അതായത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിലൂടെ 2 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സെസ് എന്ന് പറഞ്ഞ് പിരിച്ചു. എവിടെ പോയി ഈ ഫണ്ട്? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 7 മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴിതാ 2 മാസം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും ഇല്ലായ്മ, അതായത് ധനപ്രതിസന്ധിയുടെ ആഴം മാത്രം ചൂണ്ടിക്കാട്ടുന്ന ഒരവസ്ഥയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ 13,608 കോടി എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ ചെലവിനേ ഉള്ളൂ. അത് മാത്രവുമല്ല, ബാക്കിയുള്ള മാസങ്ങൾ ആഴ്ചകളിൽ, അതായത് ഈ മാസം പിന്നിട്ട് പുതിയ ധനവർഷം തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് ചെലവുകൾ വന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിന് ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ടാണ് അടിയന്തിരമായി ഈ 19,351 കോടിയെങ്കിലും കടമെടുക്കാൻ അനുവദിക്കണം എന്ന് സുപ്രീം കോടതിയിലും കേന്ദ്രത്തോടും സംസ്ഥാന ഗവൺമെന്റ് യാചിക്കുക. അപ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് ഇതുപോലെയുള്ള അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വേറെയും സംസ്ഥാനങ്ങൾ ലൈനിലുണ്ട്. അപ്പൊ കേരള സംസ്ഥാനത്തിന് ഈ ആനുകൂല്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾ സമ്മതിക്കില്ല, അവർക്കത് നിഷേധിച്ചു എന്ന അവസ്ഥ വരും. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? പറയാതെ കേന്ദ്ര ഗവൺമെന്റ് പറയുകയായിരുന്നു 1990-91 സംഭവിച്ചതുപോലെ വീണ്ടും ഇന്ത്യ ഒരു കടക്കണിയിലേക്ക് പോയി കൂടുന്നില്ലാത്ത ഒരവസ്ഥ. അത് അവർ പറഞ്ഞില്ല, പക്ഷെ പറയാതെ പറഞ്ഞു. അന്നത്തെ അവസ്ഥ അറിയാവുന്ന ഏത് സാമ്പത്തിക വിവരമുള്ളവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അന്ന് എന്താണ് സംഭവിച്ചത്? സംസ്ഥാനങ്ങളുടെ കടവും കേന്ദ്രത്തിന്റെ കടവും കൂടി ചേർന്ന് വലിയ തോതിൽ കേന്ദ്രത്തെ, അതായത് ഇന്ത്യ ഗവൺമെന്റിനെ തന്നെ കടക്കണിയുടെ വക്കിലെത്തിക്കുകയായിരുന്നു. അപ്പോ അങ്ങനെ വീണ്ടും ഒരു ദുസ്ഥിതിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി കേന്ദ്രത്തിന് കൊടുത്താൽ മറ്റ് സംസ്ഥാനങ്ങളുടെ വാദവും അംഗീകരിക്കേണ്ടി വരും, അവരോടും കൂടുതൽ എടുക്കാൻ സമ്മതിക്കേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ടാണ് കടം എടുക്കാൻ സമ്മതിക്കത്തില്ല? അതിഭീകരമായ രീതിയിലാണ് കേരളത്തിന്റെ കടാവസ്ഥ എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. സുപ്രീം കോടതിയുടെ മുൻപിൽ തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് FRBM, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടം, അതായത് 3% കടം എടുക്കാവുന്നത്. അത് 3.5% വരെ എടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇപ്രാവശ്യം പറ്റുമായിരുന്നു, ഇലക്ട്രിസിറ്റി രംഗത്തെ പരിഷ്കരണങ്ങൾ കൂടി നടത്തുമ്പോൾ. പക്ഷേ പല കാര്യങ്ങളിലും ചെയ്യേണ്ടത്, അതായത് നിബന്ധനകളുണ്ട്. കടം എടുക്കുമ്പോൾ അത് ഉപാധികൾ ഇല്ലാതെയല്ല, ആ ഉപാധികളൊന്നും പാലിക്കാത്തത് കൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പരിഷ്കരണം, സ്മാർട്ട് മീറ്റർ ഘടിപ്പിച്ചില്ല സംസ്ഥാനത്ത്. അതുകൊണ്ട് അതിന്റെ പണം 4,862 കോടി അത് കിട്ടാതെ വരും. അങ്ങനെ പല കാരണങ്ങളിൽ തട്ടിയാണ് സംസ്ഥാനത്തിന് ഈ 13,608 കോടി കടം എടുക്കാൻ പറ്റാതെ വന്നത്. അതുകൊണ്ട് സംസ്ഥാനം പറയുന്നു ഞങ്ങൾക്ക് 3% അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ട് അനുവദിച്ചിട്ടില്ല? കാരണം കടമെടുത്ത് മുകളിലേക്ക് കടം
വർദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ കിഫ്ബി വഴി, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്തിരുന്ന 40,000 കോടിയോളം കടം, ആ കടം ബജറ്റിന് പുറത്ത് എന്ന് സംസ്ഥാന ഗവൺമെന്റ് എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ CAGയോ അത് പിന്നെ ബജറ്റിന് പുറത്താണ് എന്ന് അംഗീകരിക്കുന്നില്ല. അവർ വളരെ ശക്തമായും യുക്തിസഹമായും അത് ബജറ്റിനകത്തെ കടമാണ് എന്ന് തന്നെ സമർത്ഥിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ സമർത്ഥിച്ച ആ കടം ഈ കേരളത്തിന് ഈ വർഷം ആ കടത്തെ 3 തട്ടായി വിഭജിച്ച് അതിലൊരു ഭാഗം ഈ വർഷം എടുക്കാവുന്ന 3% കടത്തിൽ ഉൾപ്പെടുത്തി. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ഈ പ്രാവശ്യം 3% കടം എടുക്കാൻ പറ്റിയില്ല. അതുപോലെ 0.5% കടം ഇലക്ട്രിസിറ്റി രംഗത്തെ പരിഷ്കരണത്തിനായിരുന്നു എടുക്കാം എന്ന് കേന്ദ്രം പറഞ്ഞിരുന്നത്. അതും എടുക്കാൻ പറ്റിയില്ല. അത് എടുക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് തീർച്ചയായിട്ടും ഓരോ ഇലക്ട്രിസിറ്റി ഉപഭോക്താവും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് പരിഷ്കരണങ്ങളുടെ ഏറ്റവും അവസാന ഘട്ടമായിരുന്നു സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുക സമസ്ത മേഖലകളിലും. എന്തിനാണ് ഈ സ്മാർട്ട് മീറ്റർ ടോട്ടെക്സ് കമ്പനിയുടെ സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കണമെന്ന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടത്? ഈ കേരളത്തിലും ഇന്ത്യയിൽ മുഴുവനും ഉണ്ട്. കേരളത്തിൽ 20 മുതൽ 30% വരെ പ്രസരണ നഷ്ടം ഉണ്ടാകുന്നുണ്ട് ഇലക്ട്രിസിറ്റിയിൽ. ആ പ്രസരണ നഷ്ടമാണ് പെർ ക്യാപിറ്റ ഉപഭോക്തൃ വില. അതായത് നമ്മൾ കൊടുക്കേണ്ട ഇലക്ട്രിസിറ്റി ചാർജ് കൂടുന്നു. കാരണം ഈ നഷ്ടമാകുന്ന 20% മുതൽ 30% വരെ ഇലക്ട്രിസിറ്റി പ്രസരണ രംഗത്ത് നഷ്ടമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വിലയും കൂടി പിന്നെ ഉപഭോക്താക്കളാണ് പേറേണ്ടത്. അത് മാത്രവുമല്ല, അത് ഭീമമായ നഷ്ടമാണ് പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ നഷ്ടം നികത്തുക, അതിനാണ് സ്മാർട്ട് മീറ്റർ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രസരണ നഷ്ടം ഒരു തരത്തിലും കളവ് നടത്താൻ പറ്റില്ല. അങ്ങനെ പക്ഷെ ഇലക്ട്രിസിറ്റി രംഗത്ത് വളരെ ശക്തമായ രീതിയിൽ പരിഷ്കരണ നടപടികളുമായിട്ട് മുൻപോട്ട് പോയി. അവസാന ഘട്ടം വന്നപ്പോൾ എംപ്ലോയീസ് ഈ സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുന്നതിനോട് എതിർപ്പ് രേഖപ്പെടുത്തി. അവർ പറഞ്ഞു ടോട്ടെക്സ് കമ്പനിയുമായിട്ട് ഉള്ള അവരുടെ പിന്നെ സ്മാർട്ട് മീറ്റർ വേണ്ട, ഞങ്ങളുടെ എംപ്ലോയീസ് യൂണിയനും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളും ചേർത്തൊരു കൺസോർഷ്യം ഉണ്ടാക്കി ഞങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്ത് സ്മാർട്ട് മീറ്റർ കൊണ്ടുവരാമെന്ന്. പക്ഷെ അതെന്ന് നടക്കും എന്നറിഞ്ഞുകൂടാ. ഏതായാലും ഈ യൂണിയന്റെ ഈ പിടിവാശിയിൽ തട്ടിയാണ് 4,862 കോടി നമുക്ക് കിട്ടാതിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല പല കാരണങ്ങളാൽ, അതായത് കേന്ദ്രത്തിൻ്റെതല്ലാത്ത കാരണങ്ങളാൽ, സംസ്ഥാനത്തിൻ്റെത് മാത്രമായ കാരണങ്ങളാലാണ് ഈ പറയപ്പെട്ട പിന്നെ 13,608 കോടി ഇതുവരെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റാതിരുന്നത്. അതുപോലെ തന്നെ GSDPയുടെ 3% ഒരു വർഷം കടമെടുക്കാം എന്നതിൽ നിന്ന് നാം പുറകോട്ട് പോകേണ്ടി വന്നു. അഥവാ നമ്മെ കേന്ദ്ര ഗവൺമെന്റ് തടസ്സവാദം ഉന്നയിച്ച് അത് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നത് നമ്മൾ ഇതുപോലെ ഈ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം ഇതിനോട്, അതായത് നമ്മളെടുത്ത ഈ 3% അതിന്റെ ഒരു ഭാഗം ഉൾപ്പെടുത്തേണ്ടി വന്നു. അപ്പൊ 3% താഴെ 2.5%-ഓളമേ നമുക്ക് കടമെടുക്കാൻ പറ്റിയുള്ളൂ. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെത് പിന്നെ ഉപാധികളോടെ ആയിരുന്നു. അത് പൂർത്തിയാക്കാത്തത് കൊണ്ട് ആ 0.5% നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതാണ് യഥാർത്ഥ സ്ഥിതി. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും സുപ്രീം കോടതി കേന്ദ്രത്തോട് കേരളത്തിന് സഹായം നൽകണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് മറ്റ് സംസ്ഥാനങ്ങളും ആവശ്യപ്പെടും. അതുകൊണ്ട് ഈ ഫിനാൻസ് ഇയറിൽ, ഈ ധനവർഷത്തില്, ഈ മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ഇനി ഈ 13,608 മുകളിൽ കടമെടുക്കാൻ സമ്മതിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ 5,000 കോടി 1-ാം തീയതിയോ അതിനോട് അടുത്ത ദിവസമോ കടമെടുക്കാൻ സമ്മതിക്കാം. ഏപ്രിൽ 1 എന്ന് പറയുന്ന അടുത്ത ധനവർഷമാണ്. അപ്പൊ അടുത്ത ധനവർഷത്തിന്റെ 1-ാം തീയതി തൊട്ടുള്ള ദിവസങ്ങളിൽ ആദ്യ ആഴ്ചയിൽ തന്നെ 5,000 കോടി കടമെടുക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് അതായത് ആ 5,000 കോടി കടമെടുത്താൽ അത് അടുത്ത വർഷത്തെ കടമെടുക്കാവുന്നുള്ള അകത്ത് കയറും എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് അതിനോട് വിമുഖത കാണിച്ച് സുപ്രീം കോടതി ഇനിയും അനുകൂലമായ സമീപനം സ്വീകരിക്കും എന്ന ധാരണയോടുകൂടി ഇരിക്കുന്നത്. അപ്പോൾ സത്യത്തില് സംസ്ഥാന ഗവൺമെന്റ്, അതായത് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോ ഇരിക്കുന്ന ഈ ആഴത്തിലുള്ള ഒരു ധനപ്രതിസന്ധിയുടെ മധ്യത്തിൽ ഈ ഗവൺമെന്റിനെ തന്നെ, അതായത് ഇവിടെ കേരളത്തിൽ ഒരു ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലയർ ചെയ്ത്
ഈ ഗവൺമെന്റിനെ തന്നെ മാറ്റേണ്ടതാണ്. അത്ര രൂക്ഷമാണ്. കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെയുള്ള പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് ശമ്പളവും പെൻഷനും പോലും, സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പോലും 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെന്ന് ഓർക്കണം. അപ്പോൾ പിന്നെ എയ്ഡഡ് സെക്ടറിന്റെ ശമ്പളവും ഒക്കെ കിട്ടിയത് എന്നാണ്? അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റാഫിന്റെ ഒക്കെ ശമ്പളവും ഒക്കെ കിട്ടുന്നത് എപ്പോഴാണ്? അങ്ങനെ ഓർക്കുമ്പോൾ നമുക്കറിയാം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രൂക്ഷ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ ആദ്യവും ഇത് തന്നെയായിരിക്കും അവസ്ഥ. കാരണം ഇപ്പോൾ മാർച്ചിൽ പ്രതീക്ഷിച്ച കടം എടുക്കാൻ പറ്റാതെ വന്ന സ്ഥിതിക്ക് ഏപ്രിൽ ആരംഭത്തിലും ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഗവൺമെന്റ് ഓർക്കണം, ഏത് ഗവൺമെന്റ് ആണെങ്കിലും ജനങ്ങൾ ഭരണത്തിലേറ്റുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം, ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. എന്താണ് ഈ ക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത്? അതായത് വിഭവങ്ങൾ സമാഹരിക്കണം, കഴിവിന്റെ പരമാവധി വിഭവങ്ങൾ സമാഹരിക്കണം. ആ സമാഹരിച്ച വിഭവങ്ങൾ മുൻഗണന അനുസരിച്ച് ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക്, അതായത് റോഡ് നിർമ്മാണം തൊട്ട് എല്ലാം ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അങ്ങനെയുള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് മുൻഗണന അനുസരിച്ച് ഓരോന്നിന്റെയും ആവശ്യമനുസരിച്ചും സമാഹരിച്ച വിഭവം ചെലവഴിക്കാൻ നോക്കണം. എന്തുകൊണ്ടാണ് ഈ കടം എടുക്കുന്നത് അധികമാണ്, തെറ്റാണ് എന്ന് CAG-യും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെന്റും പറയുന്നത്? ഒറ്റ പ്രധാനപ്പെട്ട കാരണമാണ് അതിന്റെ പുറകിലുള്ളത്. കടമെടുക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? അത് നമ്മുടെ ബജറ്റും മറ്റെല്ലാ ഡോക്യുമെന്റ്സും പറയുന്നുണ്ട്. കടം എടുക്കുന്നുവെങ്കിൽ അത് മൂലധന ചെലവിന് വേണ്ടിയായിരിക്കണം. അതായത് സാമൂഹ്യ മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ, വിദ്യാഭ്യാസ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി. അതുപോലെ തന്നെ ഫിസിക്കൽ മൂലധന ചെലവ്, അഥവാ ഭൗതിക മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ ഭൗതിക അടിസ്ഥാനം, റോഡ്, മറ്റതുപോലുള്ള ഗതാഗത സൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അഥവാ ഒന്നുകിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ അതും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ. ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്കൊക്കെ വേണ്ടി ചെലവഴിക്കേണ്ട പണം റവന്യൂ ചെലവിന് വേണ്ടി ചെലവഴിക്കുക. അതായത് ശമ്പളം, പെൻഷൻ, പലിശ, ഇത് മൂന്നും കൊടുക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ കടമെടുക്കുന്നതിന്റെ 80% വരെയും പലപ്പോഴും ചെലവഴിക്കുന്നത്. അങ്ങനെ കടമെടുത്ത് റവന്യൂ ചെലവിന് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല. ഒരു ധനതത്വശാസ്ത്രവും അത് അനുവദിക്കുന്നില്ല. കടമെടുക്കുന്ന പണം ചെലവഴിക്കേണ്ടത് മൂലധന ചെലവിന് വേണ്ടി തന്നെയാകണം. കേരളം ആ മര്യാദ പാഠം പഠിക്കുന്നത് വരെ കേരളം കടമെടുത്താൽ കടക്കണിയിലേക്ക് കുതിക്കുകയാകും. അതല്ലാതെ സുസ്ഥിര വളർച്ചയിലേക്കായിരിക്കില്ല സംസ്ഥാനത്തെ നയിക്കുന്നത് എന്ന് ഇന്നത്തെ ഈ രൂക്ഷമായ ധനപ്രതിസന്ധി നമ്മളെ പഠിപ്പിക്കുന്നു.